നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ്. നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ഈ മെസ്സേജുകൾ കാണാവുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്നും ഒരുപാട് മെസ്സേജുകൾ, അതായത് ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും മാനിഫെസ്റ്റേഷനാണ് കേട്ടോ. നിങ്ങളത് എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ഒരു സമർപ്പണ ബോധത്തോടും കൂടി കാണാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങളിലേക്ക് ആ കാര്യങ്ങൾ റെസനേറ്റായി വരികയും പല സിറ്റുവേഷൻസും പല കാര്യങ്ങളെയും നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഹീലാക്കി കളയാനും സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു തിരിച്ചറിവ്, അതായത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾക്ക്, നിങ്ങൾക്ക് ആൻസർ കിട്ടാത്ത കുറേ ക്വസ്റ്റ്യനുകൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രപഞ്ചം നൽകുന്നൊരു ഗൈഡൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ഉത്തരമാണ് ടാറോ റീഡിംഗ് എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. എന്നിട്ട് അത് ഫോളോ ചെയ്യുക കേട്ടോ. അല്ലാണ്ട് നമ്മൾ ചിന്തിക്കും പോലെ എവിടെയോ ഇരിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ കൈകളിൽ കൊണ്ടു തരിക, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളെ നിങ്ങളുടെ കൈ കൊണ്ടു തരിക എന്നതല്ല. അത് നിങ്ങൾ പ്രവർത്തിച്ച് നേടിയെടുക്കേണ്ടതാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊരു മറുപടി, നിങ്ങൾ നാളെ എന്ത് ചെയ്യണം, എങ്ങനെ മൂവിങ് ചെയ്യണം, മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ യാത്രയ്ക്കുള്ള ഒരു ഗൈഡൻസ് ആണ്, ഒരു വഴികാട്ടിയാണ് ടാറോ റീഡിംഗ് എന്ന് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കിട്ടാത്ത ചോദ്യോത്തരങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു എനർജിയാണ് നമുക്ക് പ്രപഞ്ചം നൽകുന്നത്. അതായത് പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് ആണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. അതായത് വളരെയധികം ഇമോഷണൽ ബാലൻസിലേക്ക് വരിക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ കുറേ വ്യക്തികൾ ചക്ര മെഡിറ്റേഷൻസിനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവാം. യോഗ, ചക്ര മെഡിറ്റേഷൻസ്, പ്രെയർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞ ഒരു എനർജി, അതായത് ആ ഒരു സിറ്റുവേഷൻസിലേക്ക്, അതായത് ഒരു ഇൻറ്റ്യൂഷൻ പവറിലേക്ക്, ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് നിങ്ങളിൽ ഒരുപാട് വ്യക്തികൾ മാറിയിരിക്കുന്നു. നിങ്ങളുടെ ചിലപ്പോൾ സങ്കടങ്ങളെയും, അതായത് നെഗറ്റീവായ തോട്ട്സിനെയും എല്ലാം നിങ്ങൾ ഹീലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു സിറ്റുവേഷൻ, നിങ്ങളിൽ ഒരുപാട് വ്യക്തികൾ, നമ്മുടെ ഈ റീഡിങ്സ് കാണുന്നതിൽ ഒരുപാട് വ്യക്തികൾ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് മാറി എന്നുള്ളൊരു എനർജിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. വളരെയധികം റിലാക്സ് മൈൻഡോട് കൂടി, അതായത് ചില സത്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദ്യം ചിഹ്നം പോലെ കിടന്നിരുന്ന ചില സത്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നു, അല്ലെങ്കിൽ ചില സത്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു. അത് ചിലർക്ക് വളരെയധികം റിലാക്സിങ് മൈൻഡിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്, ചിലർക്ക് ചില സ്പിരിച്വൽ ജേണിയിലേക്ക്, അതായത് ആ ഒരു സിറ്റുവേഷൻസിന്, ഒരു പെയിൻഫുള്ളായ സാഹചര്യമാവാം, ഒരു സ്റ്റക്നെസ് ആവാം, നെഗറ്റീവായ ചിന്തകളാവാം, ആ സാഹചര്യങ്ങളെയൊക്കെ ഹീലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പ് എനർജിയിൽ നിങ്ങൾ വന്ന് നിൽക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വളരെയധികം ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. കാരണം നിങ്ങളുടെ ലൈഫിന് നിങ്ങൾ ഡിലേ ആയിട്ട് നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്ന് ഒരുപാട് കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു റിലാക്സിങ് മൂഡ് വരുന്നു, അതായത് ഒരു മാറ്റം വരുന്നു. സ്ട്രെസ് അനുഭവിച്ചിരുന്ന പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും നിങ്ങളൊരു റിലാക്സിങ് മൈൻഡിലേക്ക് വരുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഡിലേ ആയിട്ട് നിന്നെങ്കിൽ അതിനെക്കുറിച്ചൊരു ഗുഡ് ന്യൂസ്, നിങ്ങളുടെ മെമ്മറിയിൽ നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ്, അത് ഇങ്ങനെയല്ല മറ്റു രീതിയിലാണ് എന്നുള്ള ആ ഒരു നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേർന്നിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ഹാർട്ട് എനർജി, അതായത് ഹാർട്ട് ചക്ര വളരെയധികം സ്ട്രോങ് ആയി എന്ന് പറയാം നമുക്ക്. ഹാർട്ട് ചക്ര വളരെയധികം സ്ട്രോങ് എനർജിയിലേക്ക് വന്ന് നിൽക്കുന്നു. ഇനി നിങ്ങൾക്കുടെ ലൈഫിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും വളരെ കൂളായിട്ട് കാണാനും, വളരെ നിസ്സാരമായിട്ട്, ഒന്നിനോടും ഒരു അഡിക്ഷൻ ഇല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ചില കാര്യങ്ങളിൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ വിട്ട് നിന്നിരുന്നെങ്കിൽ, നിങ്ങൾ ഒരു പ്രാധാന്യം കൊടുക്കാതെ, ചിലപ്പോൾ നമ്മൾ ജോലിയിലാവാം, അതല്ലെങ്കിൽ നാളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ ഈ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജിയിൽ നിന്നെടുത്തെന്നാണ് ഈ ഒരു മൂമെൻറ്റ്സ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കിനി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഫോക്കസിങ് ചെയ്യണം.
അച്ചീവ് ചെയ്യണം, ഫോക്കസിങ് ചെയ്യണം. അതുപോലെ ശക്തമായ ഒരു മാനിഫെസ്റ്റേഷൻ പവറിലേക്ക് നിങ്ങൾ എത്തിക്കട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, നമുക്ക് ചാടിക്കേറി മെഡിറ്റേഷൻ ചെയ്യരുത്, ചാടിക്കേറി യോഗ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഫസ്റ്റ് പോകരുത്. നമ്മൾ ആദ്യം നമ്മുടെ ബേസിക് എന്ന് പറയുന്നത് പ്രെയറാണ്. പ്രെയറിൽ നിന്ന് വേണം നമ്മൾ ഈ ഒരു പെയിൻഫുള്ളായ സാഹചര്യങ്ങളും സ്റ്റക്നെസ്സും ബ്ലോക്കേജും, ഇനി നമുക്കൊരു നെഗറ്റീവായൊരു എനർജിയുടെ ഒരു നമ്മുടെ ബോഡിയിലോ നമ്മുടെ ലൈഫിലേക്കോ കടന്നു വരുന്നുണ്ട്, എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാജിക് എനർജിയോ മറ്റുള്ളവരുടെ ഒരു നെഗറ്റീവായ ഒരു ദൃഷ്ടി പതിയുന്നതാണെങ്കിലും മറ്റുള്ളവരെ നെഗറ്റീവായ എനർജി നമ്മളെ ഫോളോ ചെയ്യുന്നു എങ്കിൽ പോലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് കേട്ടോ, പ്രെയറാണ്. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് പ്രെയറിനാണ്. പ്രെയറിൽ നിന്നും വേണം അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് പോകാൻ. നമ്മുടെ ചക്രാസുകൾ, നമ്മുടെ 7 ചക്രാസുകളും പ്രെയർ കൊണ്ട് ആക്റ്റീവ് ആകുമെന്ന് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. അതായത് ഓരോ ചക്രാസ്, ഓരോ നാമങ്ങളിലും ഓരോ അക്ഷരങ്ങളിലും നമ്മുടെ ഈ ചക്രാസുകളെ വർക്കിംഗ് ആക്കുന്നത്. ഏത് പ്രെയർ ആയിക്കോട്ടെ, ഹിന്ദുവിൻ്റെ ആയിക്കോട്ടെ, ക്രിസ്ത്യൻ, മുസ്ലിം, ആരുടെ ആയിക്കോട്ടെ, നമ്മുടെ അക്ഷരങ്ങൾ വെച്ചാണ് നമ്മുടെ 7 ചക്രകൾ ആക്റ്റീവ് ആകുമെന്നത് മനസ്സിലാക്കുക. അതിൽ തന്നെ നമുക്ക് ഒരു മാറ്റം വരും. അപ്പം നമ്മൾ ചിന്തിക്കും ചക്ര മെഡിറ്റേഷൻ ചെയ്താൽ മാത്രമാണ് ചക്ര ആക്റ്റീവ് ആകുക എന്നൊരു ചിന്ത ഒരിക്കലും വേണ്ട. ചക്ര ചക്രാസ് ആക്റ്റീവ് ആകാൻ പ്രെയർ ചെയ്താലും മതി. ആ ഒരു നാമങ്ങൾ, ആ ഓരോ അക്ഷരങ്ങൾ കടന്നു പോകുമ്പം ആ ചക്രാസും അതും തമ്മിൽ സഡൻ കണക്റ്റഡ് ആകും. അത് വർക്കിങ്ങിന് കാരണമാകും. അപ്പോൾ നമ്മൾ എത്രയും കൂടുതൽ പ്രാർത്ഥന ഉരുവിട്ട് ചെയ്യുന്ന അനുസരിച്ച് അത് വീണ്ടും വീണ്ടും ആക്റ്റീവ് ആകുമെന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്കൊരു റിലാക്സിങ് മൈൻഡിലേക്ക്, കുറച്ചും കൂടി സ്പിരിച്വലായ ജേണിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്, ഒരു പവർഫുള്ളായ ഒരു സ്പിരിച്വൽ കണക്ഷൻസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് മെഡിറ്റേഷൻസിലേക്ക് നമ്മൾ കടന്നു പോകാൻ പാടുള്ളൂ കേട്ടോ. അതാണ്ട് ചാടിക്കയറി ആരും മെഡിറ്റേഷൻ ചെയ്യരുത്. വളരെയധികം നെഗറ്റീവായ പല കാര്യങ്ങളും നമ്മുടെ ബോഡിയുമായിട്ട് വരും. ആദ്യം പ്രാർത്ഥനയ്ക്ക് എന്ന പ്രാധാന്യം കൊടുക്കണേ. 7 ഓഫ് സോഴ്സ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അതായത് ഒരു കുറച്ച് ഹാർഡ് വർക്ക്, കുറച്ച് സ്ട്രഗിളിങ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ സംബന്ധമായ ഒരു കാര്യം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ ഇന്നത്തെ ദിവസം നിങ്ങൾ കുറച്ച് സ്ട്രഗിളിങ് ചെയ്യേണ്ടി വരുന്നു. കാരണം ഒരു ചീറ്റിംഗ് എനർജി കാണുന്നുണ്ട് കേട്ടോ. ഫിനാൻഷ്യലി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കൊടുക്കൽ വാങ്ങലുകൾ, നിങ്ങളിൽ നിന്നും എന്തെങ്കിലും സഹായമൊക്കെ മറ്റുള്ളവർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നില്ലല്ലോ. മറ്റുള്ളവർ വരുന്നുവെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ആവശ്യത്തിന് വെച്ചിരിക്കുന്നതാണെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു കാരണവശാലും നിങ്ങൾ കൈമാറ്റം ചെയ്യരുത്. ഒരു ചീറ്റിംഗ് എനർജി വരുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യലായ ഒരു കാര്യത്തിന് വേണ്ടി ഇന്ന് ഇറങ്ങിത്തിരിക്കേണ്ട വന്നാൽ തീർച്ചയായിട്ടും ഒരു സ്ട്രഗിളിങ് എനർജിയാണ് കേട്ടോ കാണുന്നത്. കുറച്ച് അധികം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു. കൂടാതെ തന്നെ ഒരു കാർമിക് എനർജിയുടെ ദിവസമാണ് കേട്ടോ. ഫിനാൻഷ്യലി ആയ കാര്യത്തിൽ ഒരു കാർമിക് എനർജിയാണ്. കാരണം ഒരു നിരാശയാണ് കാണിക്കുന്നത്. കൂടാതെ നിങ്ങൾക്കൊരു ട്രാവലിംഗ് കൂടി ഇന്ന് വരുന്നുണ്ട്. അത് ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിനെ സംബന്ധിച്ച്, അതായത് നിങ്ങൾ വിദേശത്തേക്ക് മറ്റും പോകാനായിട്ട് ആർക്കെങ്കിലും ഇന്നത്തെ ദിവസം ഫിനാൻസ് കൊടുക്കേണ്ടതായ ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് ഒന്ന് ആലോചിച്ച് മാത്രം അത് കൈമാറ്റം ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഒന്ന് വെയിറ്റിംഗ് ചെയ്യുക. നെക്സ്റ്റ് ഡേ ആണെങ്കിലും നമുക്കതൊരു പോസിറ്റീവായ ഒരു എനർജിയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇന്നത്തെ ദിവസം ഫിനാൻഷ്യലി കാര്യം കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷിക്കണം. കാരണം ഒരു ചീറ്റിംഗ് എനർജി വരുന്നുണ്ട്. അത് നിങ്ങളിൽ നിന്നും കൊടുക്കുന്നിടത്താണെങ്കിലും നിങ്ങൾ വാങ്ങുന്നിടത്താണെങ്കിലും അത് വളരെയധികം ഒന്ന് ശ്രദ്ധയോടുകൂടി പോകാൻ നോക്കണം കേട്ടോ. ഒരു ചെറിയ ദുഃഖം, ചെറിയൊരു നിരാശ, അല്ലെങ്കിൽ ഒരു അതിനെ പിന്നീട് നമുക്ക് കുറച്ച് മോശമായ സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടി വരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ദ മജീഷ്യനാണ്. ഇന്ന് ലൈഫിലൊരു മാജിക് നടക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അമിതമായി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ വ്യക്തികളിൽ ഒരു മാജിക് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു. ഒരു മിറാക്കിൾ ഉണ്ടാകുന്ന ഒരു എനർജി. നിങ്ങൾ മെഡിറ്റേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും ഒരു ടാസ്ക് പോലെ നിങ്ങൾക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് അതിലൊരു നിരാശയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതെങ്കിൽ അത് വളരെയധികം ഒരു ഡിലേ ആയിട്ട്, ഒരു സ്റ്റക്കായിട്ടാണ് നിങ്ങൾക്ക് ഫീലിംഗ് ചെയ്ത, ഒരു ട്രാപ്പിലായിപ്പോയി എന്നൊക്കെ ഉള്ളൊരു എനർജിയിലൂടെ ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ട്, അതായത് ഒരു സംതൃപ്തി ഇല്ലാത്ത ഫീലിങ്സോട് കൂടി നിങ്ങൾ കടന്നു പോയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഏഞ്ചൽസിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നു. അതായത് നിങ്ങൾ
എവിടെയെങ്കിലും സ്റ്റക്കായി നിന്നു, നിങ്ങളൊരു ശിക്ഷ, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് അതായത് നിങ്ങളുടെ ഒരു വിധിയെ നിങ്ങൾ പഴിച്ച് നിൽക്കുന്നു. ഇത് എന്തൊരു ജീവിതമാണ്, അല്ലെങ്കിൽ എന്തൊരു അവസ്ഥയാണ്, ഇത്രയും ഞാൻ സ്ട്രഗിളിങ് ചെയ്തിട്ടും എനിക്കൊരു മാറ്റമില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു മിറാക്കിൾ, നിങ്ങൾക്കൊരു അത്ഭുതകരമാകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു. കുറേ വ്യക്തികൾ, അതായത് നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി, ചിലപ്പോൾ ഈ ഫിനാൻസിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ കരിയർപരമായ കാര്യത്തിനാവാം, അതല്ലെങ്കിൽ ഇമോഷണലി ഒരു കാര്യത്തിനാവാം, നിങ്ങളൊരു മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന പേഴ്സൺ ആയിരുന്നുവെങ്കിൽ കുറേ നാളുകളായിട്ട് നിങ്ങൾ ആ ഒരു ചെയ്യുന്ന കാര്യത്തിലൊരു മടുപ്പ് തോന്നി, ഇത് ട്രാപ്പിലായി പോയതാണോ, ഇതിൽ നിന്നൊരു ബെനിഫിറ്റ് ഇല്ലേ എന്ന് ചിന്തിച്ച ഒരു എനർജിയിലാണ് നിങ്ങൾ നിന്നിരുന്നതെങ്കിൽ ഇന്നൊരു മിറാക്കിളാണ് കേട്ടോ വരാൻ പോകുന്നത്. നെക്സ്റ്റ് നമുക്ക് 8 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം ഒരു ഉൾവലിഞ്ഞ, അതായത് സെൽഫ് ലവിലേക്കൊക്കെ മാറി നിൽക്കുന്ന ഒരു എനർജിയിലേക്ക് വരുന്നു കുറേ വ്യക്തികൾ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നല്ലൊരു പാഠം പഠിച്ചു. ചിലപ്പോൾ ഒന്നും ചിന്തിക്കാതെ നിങ്ങൾ മുന്നോട്ടേക്ക് ചെയ്ത യാത്രകളിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ചില വ്യക്തികളുടെ മുന്നിൽ അടിയറ പറയേണ്ടതായ എനർജി, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നമുക്ക് മാനേജിങ് ചെയ്യാൻ പറ്റാതെ പോയി, നിങ്ങൾ നിങ്ങളിലേക്ക് ഉൾവലിഞ്ഞു പോയി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ഇമോഷൻസ്, അതായത് ഇമോഷൻസിനെ നിങ്ങൾ ഒഴിവാക്കുന്നു എന്നാണ് കാരണം. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ബന്ധത്തിലോ ഏതെങ്കിലും വ്യക്തികളിലോ, ഇപ്പോൾ സൗഹൃദമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലാണെങ്കിൽ പോലും വളരെയധികം നിങ്ങൾ കെയറിങ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു വാല്യൂ ഇല്ലാതെ നിന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ, നിങ്ങളെ അംഗീകരിക്കാതെ അവഗണിച്ച് കളഞ്ഞുവെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്കതൊരു തിരിച്ചറിവുണ്ടായി നിൽക്കുകയായിരുന്നു. അത് ഇന്നർ ഗൈഡൻസ്, അതായത് നിങ്ങൾക്കൊരു വാല്യൂ ഇല്ല, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ ഇന്ന് പൂർണ്ണമായി ഒഴിവാക്കുന്ന ആ ചിന്തകളെയും ആവശ്യമില്ലാത്ത ഇമോഷണലി മറ്റുള്ളവരെ അഡിക്റ്റഡ് ആവുന്ന, മറ്റുള്ളവർക്ക് മുമ്പിൽ ഇമോഷൻസിനെ വെച്ച് മറ്റുള്ളവർക്ക് ആ ഒരു പ്രാധാന്യം, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഇമോഷൻസിൽ പ്രാധാന്യമുണ്ട്, സ്നേഹം, കെയറിങ്, അതുപോലെ ഒരു റെസ്പെക്റ്റ്, ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അത് നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല്, ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ഇന്ന് ഹീലാക്കി കളയുന്നു. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തെ കാണിക്കുന്നു. അതുപോലെ പ്രതീക്ഷയുടെ ദിവസമാണിന്ന്. കുറേ ആളുകൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ചിങ് ജീവിതത്തിലേക്ക് വരുന്ന ദിവസമാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും ഡെത്തായിപ്പോയി, ഇനി ആ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഇല്ല എന്ന് ചിന്തിച്ച് നിന്ന വ്യക്തികളുടെ ജീവിതത്തിൽ, അതായത് എനിക്ക് തോന്നുന്നു ഇമോഷണലി ഫെയിലിയർ ആയി പോയിരുന്നു, അതായത് നിങ്ങൾ സ്നേഹിച്ചൊരു ബന്ധമാവാം, എന്തെങ്കിലും ഇമോഷണലി നിങ്ങളെ തോപ്പിച്ച് കളഞ്ഞ ഒരു സിറ്റുവേഷൻസ്, നിങ്ങളിൽ നിന്ന് ഡെത്തായി പോയ ഒരു കാര്യം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കേട്ടോ കാണുന്നത്. തീർച്ചയായിട്ടും ഇമോഷണലി ഇനി ഒരു സൗഹൃദബന്ധമാണെങ്കിലും എന്ത് കാര്യമായിക്കോട്ടെ, ഇമോഷണലി നിങ്ങളിൽ നിന്നും അവസാനിച്ചു പോയൊരു കാര്യം, അതിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചൊരു കാര്യം കുറേ വ്യക്തികളിൽ റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്ന ആ ഒരു എനർജിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വലിയ ചേഞ്ചിങ് വരുന്നു. അതൊരു പ്രതീക്ഷയാണ്, നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത പ്രതീക്ഷ. ചിലപ്പോൾ നിങ്ങൾ ചില സിറ്റുവേഷൻസിൽ ഫെയിലിയറായി, നിങ്ങൾക്കൊരു സാഹചര്യം നഷ്ടപ്പെട്ടു പോയിട്ടും നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റിംഗ് ചെയ്തു, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രതീക്ഷ അർപ്പിച്ച് നിന്നുവെങ്കിൽ ഇന്ന് അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ പാസ്റ്റിലെ ചില കാര്യങ്ങളിൽ, പാസ്റ്റിലെ ഒരു പ്രോബ്ലംസ് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, പാസ്റ്റിലെ ചില കാര്യങ്ങളെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കാര്യത്തിന്. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യലി ആയ ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട, ആർക്കെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്തതോ ഹെൽപ്പ് ചെയ്തതോ ആയ ഒരു കാര്യമാവാം, ഫിനാൻഷ്യലി നിങ്ങൾക്ക് സംഭവിച്ച ഒരു ലോസ് നിങ്ങൾക്ക് ഇന്ന് ഓപ്പണിംഗ് ആകുന്നു. അതിനുവേണ്ടി നിങ്ങൾ മുമ്പോട്ടേക്ക് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോയി, പ്രതീക്ഷയില്ലാണ്ട് കൊണ്ടുപോയി എങ്കിലും ആ ഒരു കാര്യം നിങ്ങൾ വിട്ടുകളഞ്ഞിരുന്നില്ല, നിങ്ങളത് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു നഷ്ടപ്പെട്ട ഫിനാൻസിൻ്റെ ആ ഒരു കാര്യത്തെ നിങ്ങൾ ഹോൾഡ് ചെയ്ത്, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും, അല്ലെങ്കിൽ ആ ഒരു നഷ്ടപ്പെട്ട ആ ഒരു എനർജി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന, നിങ്ങൾക്ക് അതിൽ നിന്നൊരു ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. ചിലപ്പോൾ ഒരു കടം കൊടുത്തതോ ഒരു സഹായം ചെയ്തതോ ആയ ഒരു എനർജിയാണ് നിങ്ങളുടെ മുമ്പിൽ യാചിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ഹെൽപ്പ്, ഒരു സപ്പോർട്ട് ചോദിച്ചു വാങ്ങിയ ഒരു ഫിനാൻസിൻ്റെ കാര്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നതെന്നാണ് കാണുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ്, ഒരു ബ്ലെസ്സിങ്സിൻ്റെ ടൈമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ.
അതുപോലെ കുറേ വ്യക്തികൾക്ക് ഇന്ന് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ചില അവസരങ്ങൾ വരുന്നുണ്ട്, ചില ചോയ്സുകൾ വരുന്നുണ്ട്. അതുപോലെ വെല്ലുവിളികളെ നേരിടേണ്ടതായ ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫാമിലിയെ സംബന്ധിച്ചുള്ള എന്തോ ഒരു കാര്യത്തിൽ, ഇമോഷണലി ആവാം, ഫിനാൻഷ്യലി ആവാം, നിങ്ങൾക്ക് ഫാമിലിയെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നു, ഒരു സ്ട്രോങ് തീരുമാനം എടുക്കേണ്ടി വരുന്നു. നിങ്ങളുടെ ബന്ധത്തിൽ തന്നെ ആവാം. ചിലപ്പോൾ ഒരു വിവാഹവും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ചിരുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ഇന്ന് നിങ്ങൾ പക്വതയോടുകൂടി കാര്യങ്ങളെ കാണേണ്ടി വരുന്നു. ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കുറേ കാലമായിട്ട് സ്റ്റക്കായിട്ട് നിന്ന ഒരു കാര്യത്തിന് ഇന്ന് നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നു, നിങ്ങൾക്കൊരു ഇന്നർ കോളിംഗ് വരുന്നു. അതെങ്ങനെ ചെയ്യണം, എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുപോലെ ഫാമിലിയെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾക്ക് ഒരു തീരുമാനം പറയേണ്ടി വരുന്നു. ചിലപ്പോൾ ഈ വിവാഹം വേണ്ട എന്നൊക്കെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുത്തു വെച്ചിരിക്കുന്ന പേഴ്സൺ ആണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു എനർജിയാണ് വരുന്നത് കേട്ടോ. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് മുമ്പിൽ അതിനൊരു തീരുമാനം പറയേണ്ടി വരുന്ന ഒരു എനർജിയാണ് കേട്ടോ കാണുന്നത്. വിവാഹമൊക്കെ ജീവിതത്തിൽ വേണം, അതൊന്നും ഒരിക്കലും മാറ്റി വെക്കേണ്ടതല്ല. അതൊക്കെ അതിൻ്റെ സമയത്ത് നടന്നു പോകണം. അതല്ലെങ്കിൽ പിന്നെ ആ കാര്യങ്ങളൊക്കെ ലൈഫിലേക്ക് വരിക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഏകദേശം ഒരു 30 വയസ്സിനൊക്കെ മുൻപേ നമ്മൾ ആ ഒരു കാര്യങ്ങൾ ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഏറ്റവും അവസാന കാലഘട്ടം പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് ചിന്തിക്കുക. അപ്പോൾ അതിനൊക്കെ വേണ്ട സമയം കളയരുത് കേട്ടോ ഒരു കാരണവശാലും. അതുപോലെ തന്നെ കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയിലാണ് നിൽക്കുന്നത്. കുറേ ആളുകൾക്ക് കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയിലേക്ക് വരേണ്ടതായൊരു ടൈമായി. അതായത് നിങ്ങളിലെ പവറായ ഒരു സിറ്റുവേഷൻസ്, നിങ്ങളുടെ കൺട്രോളിങ്, നിങ്ങളുടെ എനർജിയെ നിങ്ങൾ പുറത്തേക്ക് യൂസ് ചെയ്യുക. അതായത് കരിയർപരമായ കാര്യത്തിലൊക്കെ നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കേണ്ട സമയമായി എന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു മാറ്റത്തിലേക്ക് വരണം. അതായത് മെയിൽ എനർജിയിലുള്ള കുറേ വ്യക്തികൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയിലേക്ക് മാറണം. അതായത് നിങ്ങൾ ഒരു വാല്യൂ കൊടുക്കണം, നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ ആ ഒരു സ്ഥാനം വിട്ട്, നിങ്ങളുടെ ഒരു പവർ വിട്ട് താഴേക്ക് പോകാതെ നിങ്ങൾ ഏറ്റവും സ്ട്രോങ് ആയി ടോപ്പ് എനർജിയിൽ വരേണ്ട സമയമായിട്ടെന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇമോഷണലി നിങ്ങൾ ഒരു സ്ട്രോങ് എനർജിയിൽ വരണം കേട്ടോ. ഇമോഷൻസ് നിങ്ങൾ ഒരിക്കലും താഴേക്ക് കളയാത്ത വിധം നിങ്ങൾ പവർ ആവണമെന്നാണ് പറയണത്. നിങ്ങളുടെ കഴിവിനെയും നിങ്ങളുടെ ആ ഒരു നോളജൊക്കെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട സമയമായി. അതുപോലെ ഇമോഷണലി വളരെ നല്ലൊരു മെച്യൂരിറ്റിയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോകണം. തീർച്ചയായിട്ടും ഇതിനകത്ത് കാണിക്കുന്ന നിങ്ങൾക്കൊരു ബൗണ്ടറി തീർക്കുക. ഇമോഷണലി നിങ്ങൾ ആരുടെയെങ്കിലും മുമ്പിൽ അടിയറ വെച്ച് നിൽക്കുന്ന എനർജി ആണെങ്കിൽ അത് വിട്ട് നിങ്ങൾ ഒരു ബൗണ്ടറി ഇട്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യേണ്ട ടൈമായി മെയിൽ എനർജിയിലുള്ള കുറേ ആളുകളുടെ സിറ്റുവേഷൻസ് എന്നാണ് നമുക്ക് കാണുന്നത്. നിങ്ങൾ മാറ്റം വരുത്തുക. അതുപോലെ 5 ഓഫ് സോഴ്സ് ആണ്. കുറച്ച് റിഗ്രഷൻ, കുറ്റബോധമുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് സിറ്റുവേഷൻസ് ഉണ്ട്. അത് നിങ്ങളിൽ സംഭവിച്ചിരിക്കുന്നതാവാം, അതല്ലെങ്കിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയിലാവാം. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഒരു തേർഡ് സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് വ്യക്തമായി നിങ്ങൾക്കറിയാം, പക്ഷേ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ ഇന്ന് ഹീലാക്കേണ്ടതാണ് എന്നാണ് നമുക്ക് കാണുന്നത്. പിന്നെ ഫിനാൻഷ്യലി കുറച്ച് ഹാർഡ് വർക്കിംഗ് ഒക്കെ ഉള്ള, ഞാൻ പറഞ്ഞില്ല, ഒരു ബന്ധനം, ഒരു ഫിനാൻഷ്യലി നിങ്ങൾക്കൊരു ബ്ലോക്കേജ് ഉണ്ട് കേട്ടോ. അതായത് ഫിനാൻസ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നില്ല. നമ്മളുടെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും നിങ്ങൾ മുടങ്ങാതെ ചൊല്ലുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കേജ്, ആ നെഗറ്റീവ് എനർജി മാറും. നിങ്ങൾക്കൊരു പുതിയൊരു ഇമോഷണലി ബാലൻസ് വരും കേട്ടോ. അത് മുടക്കരുത്. പിന്നെ ഓവർ തിങ്കിങ്, ഇപ്പോഴും കുറേ വ്യക്തികൾ ഇമോഷണലി ഓവർ തിങ്കിങ് ചെയ്യുന്നു. അതായത് ഒരു ഇൻറ്റ്യൂഷൻ പവറിലേക്ക് എത്തിയിട്ട് പോലും അതിനെ കാണുന്നില്ല. അപ്പോഴും നിങ്ങളിലേക്ക് നെഗറ്റീവ് തോട്ട്സ് കടന്നു വരുന്നു. നെഗറ്റീവായ ചിന്തകൾ നിങ്ങൾക്കിടെ മുന്നിലൂടെ, നിങ്ങളുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നു. അതായത് ഒരു ചീറ്റിംഗ് എനർജിയെ ഇപ്പോഴും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ചേഞ്ചിങ് വരുത്തുക, നിങ്ങൾ മാറ്റ് വരുത്തുക. ഇമോഷണൽ ബാലൻസിലേക്ക് വരിക കേട്ടോ. ഒരു പുതിയ ഇമോഷൻസ്, അതായത് നിങ്ങളിലെ തടസ്സങ്ങളെ നിങ്ങൾ അതിജീവിക്കുക. ഇന്നു മുതൽ ഒരു പുതിയ ഇമോഷണൽ ബാലൻസിലേക്ക് വരിക. കാരണം നിങ്ങളുടെ ഒരു കർമ്മയുടെ എൻഡിങ് ആണ്. അതായത് നിങ്ങളുടെ കഷ്ടതയുടെ, അതായത് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഇമോഷണലി ഉള്ള പ്രശ്നങ്ങൾ, ചീറ്റിംഗ് എനർജി, അതായത് നിങ്ങളുടെ ഒരു ബ്ലോക്കേജ്, ഒരു ഡെവിൾ എനർജിയുടെ, അതായത് നെഗറ്റീവായ എനർജി നിങ്ങളെ പിടിവെട്ടിരുന്നെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഒരു അഡിക്ഷൻ മൈൻഡോട് കൂടി, ഏതെങ്കിലും പേഴ്സണലാവാം, നിങ്ങൾ പൂർണ്ണമായും അഡിക്റ്റഡായി നിന്നിരുന്നുവെങ്കിൽ ആ ഒരു സാഹചര്യം എല്ലാം നിങ്ങളിൽ നിന്നും മാറുന്നു. അതായത് ഒരു കാർമിക് എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കർമ്മ, ഒരു ബാഡ് കർമ്മയുടെ എൻഡിങ്ങിലാണ് നിങ്ങൾ നിൽക്കുന്നത്.
ദ വേൾഡ് കാർഡാണ്. നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയമായി. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പുലരി അല്ലെങ്കിൽ പുതിയൊരു ജീവിത സിറ്റുവേഷൻസിനെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ 9 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ക്രൗൺ ചക്ര വളരെ ശക്തമായി ആക്റ്റീവ് ആകുന്നുണ്ട്. നിങ്ങൾക്കുണ്ടായ പെയിനായ സിറ്റുവേഷൻസ്, ചീറ്റിങ്, ഇമോഷണലി ഉള്ള ആ ഒരു എനർജിയുടെ ലോസ് ഒക്കെ മാറുന്ന ഒരു സിറ്റുവേഷൻസാണ്. നിങ്ങൾ പക്ഷേ എവിടെയോ എന്തോ ഒരു കൺട്രോളിങ്, എന്തോ വെല്ലുവിളി അതിജീവിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തിനോ നിങ്ങൾ ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത്. ആ സിറ്റുവേഷൻസിനെ എല്ലാം നിങ്ങൾ ഹീലാക്കേണ്ടതാണ്. ഭയം എന്ന് പറയുന്നൊരു കാര്യം നിങ്ങളിൽ പിടിപെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ എടുത്തു കളയുക. എന്നാണെങ്കിലും നമ്മുടെ ജീവിതത്തിന് ഒരു എൻഡിങ് ഉണ്ടാകും. അത് ഏറ്റവും സക്സസ് ആയിട്ട് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തെ നിങ്ങൾ ഏറ്റവും മാറ്റത്തിലേക്ക് കൊണ്ടുവരണം. അത് നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കോ ഒരു വ്യക്തികൾക്കോ നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. പ്രപഞ്ചത്തിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പ്രപഞ്ചം നൽകുന്ന പ്രൊട്ടക്ഷൻ നിങ്ങൾ മനസ്സിലാക്കുക. പോസിറ്റീവ് എനർജിയെ സ്വീകരിക്കുക. നല്ല ചിന്തകളിലേക്ക് വരിക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറും. 100% ഉറപ്പാണ്. അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ വജ്രകോശവും മണി അഫർമേഷൻസും മറക്കരുത്. അതെന്നും നിങ്ങൾ ചൊല്ലുക തന്നെ ചെയ്യണം. അതല്ലാണ്ട് ഒരു മാർഗ്ഗവും ഇല്ല കേട്ടോ നമുക്ക് രക്ഷപ്പെടാൻ.